മച്ചാമാരെ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കുറച്ച് ഡ്രസ്സ് എടുക്കാനുള്ള പരിപാടിയായിട്ട് വന്നത്. അധികമൊന്നുമില്ല, കുറച്ച് ഡ്രസ്സ്. അത് കാരണം ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-6 പിള്ളേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. പോസ്റ്റ് അടിച്ചത് ഇവനാണ് നമുക്ക് പോസ്റ്റ് തന്ന ആള്. ഇവിടെ മുഖം കാണിക്കടാ, മുഖം കാണിക്കും. കണ്ടല്ല, ഞാനാണ് സാധാരണ എല്ലാവർക്കും പോസ്റ്റ് കൊടുക്കുന്നത്. എനിക്ക് പോസ്റ്റ് തന്നെ ഒരേ ഒരു മനുഷ്യൻ ഇവൻ. ബാക്കി ആരും എനിക്ക് പോസ്റ്റ് തരില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കുക മാത്രമേ ചെയ്യൂ. വലുതായിട്ടൊന്നും ഇല്ല, ഒരു മണിക്കൂർ. 1 മണിക്കൂറൊന്നും അല്ല, ഇവൻ്റെ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂറെങ്കിലും വരും. അതുകൊണ്ട് 12 മണിയായപ്പോൾ ഞാൻ വിളിച്ചതാണ്. ഇത് വന്നത് ഇപ്പം എത്ര മണിയാടാ? 2:30 ആയിട്ടുള്ളൂ. നേരത്തെ ആണെന്ന്. നമുക്ക് പോവാം. അപ്പം 2 പേര് കൂടിയുണ്ട്. അവർ നമുക്ക് അരൂരിന്ന് ജോയിൻ ചെയ്യും. Bird on a tree, I'm just sitting here. I got time, it's clear to see. ഞങ്ങളിപ്പോൾ തുറവൂരാണ് നിൽക്കണത്. ഒടുക്കത്തെ മഴയാണ്. ഞങ്ങളാണ് ഇന്ന് വെയിലായ കാരണം ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇല്ലേ കാറെ പോയാൽ മതിയായിരുന്നു. മഴയായിട്ട് കയറി നിൽക്കുക. മഴയുണ്ട്, വെയിലും ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. ഒരു കാര്യത്തിനിറങ്ങി ഇതാണ്. എനിക്ക് സന്തോഷമില്ല, എനിക്ക് മഴയൊക്കെ ഭയങ്കര ഇതിന് മഴ ഭയങ്കര ഇഷ്ടമാണെന്നാ പറയുന്നത്. ഇങ്ങനെയുണ്ടോ പോക്കാൻ തവളെ? എന്ത് മഴ വരുമ്പോൾ ഉല്ലസിക്കാൻ. എങ്ങനെയുണ്ടോ തവള കോമഡി? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടി ചത്തേനെ. ഒരു കാര്യത്തിന് പോകുമ്പോ ഇങ്ങനെ റിസ്ക് എടുത്ത് പോകണല്ലോ. വേറൊന്നുമില്ല, നമുക്ക് മഴ വന്നതൊന്നും പ്രശ്നമല്ല. നമ്മുടെ ക്യാമറയാണ് പ്രശ്നം. അതാണ് വിഷയം. ഒരു ഗോപ്രോ അങ്ങോട്ട് വെച്ച് പോകാമായിരുന്നല്ലേ. ഉടനെ തന്നെ ഒരു ഗോപ്രോ എടുക്കുന്നതാണ്. എന്ത് ചെയ്യാനാണ്, ഗോപ്രോ ഇല്ല. സാമ്പത്തിക മാന്ദ്യം മൂലം, മഴ മൂലം കളി മാറ്റി വെച്ചു. അരൂര് എത്തിയിട്ടുണ്ട് നമ്മള്. പാവന്മാര് അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാൻ പോയിരുന്നു. ഇവിടെ ഇവൻ എന്തോ ഒരു ഡൈപ്പരിയിലാണ്. എന്തോ ഫോൺ ചെയ്യണമെന്നോ വീഡിയോ കോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വോയിസൊക്കെ കേൾക്കണുണ്ട്. ആരാടാ അവൻ അനങ്ങാൻ നിൽക്കണ നോക്കി. ഒരു മിനിറ്റ്. പോയി ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയും പോസ്റ്റ്. ഇന്ന് കുറേ പോസ്റ്റുകൾ കിട്ടി. അപ്പോൾ അവന്മാർ വരുമായിരിക്കും, ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ അതേ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അവിടെ എന്തോ എഴുതി കൊടുക്കണം, എന്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ദാസപ്പൻ തടിയൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന്. ക്യാമറ അലൗഡ് അല്ലെന്നൊക്കെ പറയുന്നു. മേടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നൈസായിട്ടാണ് സംസാരിക്കും. ഇനി ഒറിജിനൽ ശബ്ദം പുറത്ത് വരുമോ എന്നുള്ളതാണ് പേടി. ഇവിടെ നമ്മുടെ പയ്യൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ സഹായിക്കാനായിട്ടുള്ള വീഡിയോ പരിപാടിയൊക്കെ എടുത്ത് നിൽപ്പുണ്ട്. ഇത് കൈയൊക്കെ റൈഡിങ് ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് വന്നേക്കണം. അതെ, അത് കാരണം വിരല് പുറത്തുള്ള ഗ്ലൗസ് ആയിട്ടേക്കണം. കൊറോണ ചെയ്ത് കാരണം ബുദ്ധിമാൻ, അവിടുത്തെ ബുദ്ധിമാൻ അവൻ ഇണങ്ങിപ്പോയി. ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-6 പിള്ളേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു ടീഷർട്ടായിരിക്കും എടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാവരുടെ അഭിപ്രായം കേട്ടായിരിക്കും എടുക്കുന്നത്. കേട്ടോ, ഒരുത്തൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരാൾ ടീഷർട്ട് എടുത്താൽ അത് 5 പേർക്കുള്ള. എന്ത് ഷർട്ട്? കേട്ടല്ലേ, ടീഷർട്ട് എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി വരും. അതാണ് ഞങ്ങളുടെ വരുന്ന അല്ലേടാ? അതെ. എൻ്റെ അളിയാ. എന്തൊരു ചളിയാടോ.
ചളിവാരിയൊക്കെ തെറിപ്പിക്കുക, പൊത്തുക ചളിവാരി. അപ്പൊ നേരത്തെ കുറെ എന്നാണ് കൂപ്പൺസും കാര്യങ്ങളൊക്കെ നമ്മുടെ ദാസപ്പൻ തടിയൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് പെറുക്കി കൊടുത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കണം. കുറെ മേടിച്ച സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അവനാന്ന് തോന്നുന്നു വിളിക്കുന്നത്. അവൻ തന്നെ വിളിക്കില്ല. ഹലോ, ഞാൻ മഞ്ഞ. ഞാനപ്പോൾ അങ്ങോട്ട് പോയിട്ട് വരാം. ദാസപ്പനാണ് വിളിച്ചേക്കുന്നത്. ചെന്നകത്ത് കയറ്റുമോ നോക്കട്ടെ ക്യാമറ ആയിട്ട്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഇതെങ്ങനെയുണ്ട്? അതുകൊണ്ട് വ്ളോഗിങ് ശോകമായേക്ക്. കൊറോണ ആയതുകൊണ്ട് ആരും ഇല്ല. സമാധാനം പുറത്ത്. എത്ര കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ അറിയണം. നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യില്ലേ നിങ്ങൾ? ഇതൊക്കെ സെക്യൂരിറ്റി കൊണ്ടാണല്ലോ പിടിച്ച് അവിടെ അടുപ്പത്ത് വെക്കുമെന്നാ തോന്നണം. ഇതാണ് പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യിക്കാം. ഇത് മറ്റേ ഫ്രീ കിട്ടണാണെന്ന് തോന്നണല്ലേ? ഇതുമായിട്ട് പുറത്ത് പോയ അലാറം അടിച്ച് നമ്മൾ പോകും. അതുകൊണ്ടാരും കട്ടെടുക്കരുത്. കൈ പേടിപ്പിക്കാടെ പുല്ല്. ഇവിടെ മറ്റേ അറിയാതെ വീഡിയോ എടുത്തിട്ടിരിക്കും. ചെറുതാണെന്ന് തോന്നുന്നല്ലോ. സത്യത്തിൽ ആരാ ജീൻസ് എടുക്കുന്നത്? നമ്മളെ ഇത്രയുള്ള അങ്ങനെ US പോളോ കയറി വെക്കണം. നോക്കാം നമുക്ക്. അതേ ഉപയോഗിക്കുള്ളതെന്നാ പറയണം. എന്ത് ചെയ്യാൻ നമ്മൾ US പ്രേമിയായി നോക്കട്ടെ. നന്നായി. കൊറോണയൊക്കെ വാങ്ങാത്തത് ഇട്ട് നോക്കാനും രക്ഷയില്ലാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കും. ഇട്ട് നോക്കാൻ രക്ഷയില്ല. ക്യാമറ അല്ലോ. ഈ ക്യാമറ അലോഡ് ഇല്ലാത്തതിൻ്റെ കാര്യം എന്താണ്? ഇവിടുന്ന് എല്ലാം പുറത്തു പോകും. ഇവിടെ പിന്നെ മറ്റേ അല്ലെന്ന് ഇവിടെ മറ്റേ തോക്ക് വിൽപ്പന കൊണ്ട് തോക്കാണ് വിൽക്കുന്നത്. തോക്ക്. നമ്മളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. സാധനമൊക്കെ കയ്യിലുണ്ട്. ഇതേ കണ്ടല്ലോ. അതിൽ നിക്ക് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് അറിയണ്ടേ? അത് നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വാ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം. സോ ഗൈസ്, ഒരുപാട് സന്തോഷമുണ്ട്. ഇവൻ ഇപ്പം എന്നെ വന്ന് ഇവിടെ പൊക്കിയിരിക്കണം. നമ്മുടെ വണ്ടിയിൽ തന്നെ ഇരിക്കണം. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ട്, വി ഓൾ സ്റ്റാർട്ട് ഫ്രം സീറോ. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അതുപോലെ ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് നമ്മുടെ ആലപ്പുഴ മച്ചാന്മാർ. സോ ഷൗട്ട് ഔട്ട് നമ്മുടെ എന്താ RishiSoorya. സോ ഓൾ ദി വെരി ബെസ്റ്റ് നമ്മുടെ ഋഷി. അതൊക്കെ വിചാരിച്ചിട്ട് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത്. കാര്യം ഇവരെയൊക്കെ നമ്മളൊരു ഗുരുസ്ഥാനത്ത് പ്രത്യേകിച്ച് നീ ഓവറാക്കാതെ എന്തോടെ ഗുരുസ്ഥാനം എന്നൊക്കെ പറയുന്നത്. നീ എന്റെ അനിയല്ലടാ. അത് തന്നെ എന്തുവാടേ അത്രേ ഉള്ളു. നമ്മളതൊക്കെ ഒരേ ഒരു കാര്യം നീ മാത്രം ഒരേ ഒരു കാര്യം മാത്രം നീ ഓർത്താൽ മതി. നമ്മൾ ആരെക്കാട്ടും വലുതുമല്ല, നമ്മൾ ആരെക്കാട്ടും ചെറുതുമല്ല. നമുക്ക് നമ്മുടെ ആയിരുന്നു. മനസ്സിലായോ? ബിലീവ് ഇൻ യുവർ സെൽഫ്. പിന്നെ വേറൊന്നുമല്ല, നമ്മൾ കണ്ടു പഠിച്ചതാണ്. മനസ്സിലായോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ കണ്ടു വളർന്നത്. നീ ഹാപ്പി ആണല്ലോ? ഹാപ്പി, നമ്മൾ ഹാപ്പി. അടിക്ക് ഡിഷ് പൊട്ടിച്ചേക്ക്. നിക്കിൻ്റെ സപ്പോർട്ടൊക്കെ കണ്ടല്ലോ. അപ്പോൾ നിക്ക് മാത്രം സപ്പോർട്ട് ചെയ്യാൻ പോരാ, നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും നമുക്ക് ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കേട്ടല്ല? അതുകൊണ്ട് കട്ട സപ്പോർട്ടായിരിക്കും. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കൂട്ടത്തിൽ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ രാത്രിയായി. എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവന്മാരും വന്നിട്ട് പോയിക്കളഞ്ഞു. തിരിച്ച് ഓരോരുത്തർ പിരിഞ്ഞു പോയി. കാര്യം ഞാനും ഇങ്ങനൊക്കെ ഓരോ ഡ്രസ്സൊക്കെ കൂടെ കുറേ ടൈം എടുക്കും. അവസാനം അവന്മാർക്ക് ഭ്രാന്തായിട്ട് അവന്മാർ പോയിക്കളഞ്ഞു. അപ്പോൾ അതേ എൻ്റെ കൂടെ അനന്തു, പിന്നെ നമ്മളറിയാലോ ബാക്കിൽ എന്നാ ഈ ആയതാണ് ദാസേട്ടന് കാണുള്ളത്. ചുംബനമൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ ബെല്ലൈക്കൺ ടിങ് ടിങ് അടിച്ചേക്കണം കേട്ടോ. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറയുകയാണ്. അപ്പോൾ സമാധാനം പുറത്ത്.
പീസ് ഔട്ട് മാൻ, പീസ് ഔട്ട് അല്ലേടാ? എല്ലാത്തിനും കൂടെ അല്ലേടാ ഉണ്ട്.